ഹലോ, നമുക്കിന്ന് കടയിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടുന്ന പോലത്തെ നല്ല അതേ ടേസ്റ്റിലുള്ള നല്ല സോഫ്റ്റായിട്ടുള്ള ഒരു ഉഴുന്നുവട ഉണ്ടാക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 കപ്പ് ഉഴുന്നാണ് കേട്ടോ അളന്നെടുത്തിട്ടുള്ളത്. 2 കപ്പ് ഉഴുന്ന് അളന്നെടുത്തിട്ട് നല്ലപോലെ വാഷ് ചെയ്തിട്ട് പിന്നെ സോക്ക് ചെയ്യാൻ വെക്കുക. ഒരു 4 മണിക്കൂറെങ്കിലും കുറഞ്ഞത് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം കേട്ടോ. എന്നിട്ട് സോക്കായി വന്നതിന് ശേഷമുള്ള ബാക്കി കാണിക്കാം കേട്ടോ. അങ്ങനെ ഇത് അത്രയും നേരം സോക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഡ്രെയിൻ ചെയ്ത് ഊറ്റി മാറ്റി വെക്കണം കേട്ടോ. എന്നിട്ട് മിക്സീൻ്റെ ചെറിയ ജാറിൽ കുറച്ചെടുത്തിട്ട് എന്ന് വെച്ചാൽ മാവ് വല്ലാണ്ട് ചൂടായി പോവാതെ അരച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ക്വാണ്ടിറ്റിയിലാണ് മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് അരച്ചെടുക്കണം കേട്ടോ. അത് കുറേ ബാച്ചസ് ആയിട്ടാണ് ഞാനിത് അരച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് അരച്ചിട്ട് മാറ്റി വെക്കാം കേട്ടോ. ഇതിലേക്ക് ഉപയോഗിക്കുന്ന വെള്ളം നമ്മൾ ഉഴുന്ന് സോക്ക് ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന അതേ വെള്ളം തന്നെ ഉണ്ടോ. ഉഴുന്ന് സോക്ക് ചെയ്തെടുത്തിട്ടുള്ള അതേ വെള്ളത്തിലാണ് ഞാനിത് അരച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആക്കിയിട്ട് നമുക്ക് അരച്ചിട്ട് വലിയ ബോളിലേക്ക് മാറ്റിയെടുക്കാം കേട്ടോ. ഇനി ആദ്യം ഇതൊന്ന് നന്നായിട്ട് ഫ്ലഫി ആക്കിയിട്ട് നല്ലപോലെ ബീറ്റാക്കിയിട്ട് എടുക്കട്ടെ. ഒന്ന് ഫ്ലഫി ആയി വരാൻ വേണ്ടിയിട്ടാണ്. കൈ വെച്ചിട്ടായാലും സ്പൂൺ വെച്ചിട്ടായാലും ഫോർക്ക് വെച്ചിട്ടായാലും എങ്ങനെയാണെങ്കിലും അത് നന്നായിട്ടൊന്ന് ബീറ്റാക്കിയിട്ട് എടുക്കണം കേട്ടോ. എന്നിട്ട് ആ മാവ് റെഡിയാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളത്തിൽ ഒരിത്തിരി മാവ് എടുത്ത് വെച്ചാൽ കുറച്ച് ഒഴിച്ചെടുത്താൽ മതി. അത് പൊങ്ങിക്കെടുക്കുകയാണെങ്കിൽ മാവ് ഓക്കെയാണ്. പക്ഷേ എന്താ പറയുക, എന്നാലും കുറച്ച് നേരം കൂടെ നമ്മളൊന്ന് കൈ വെച്ചിട്ട് നല്ലോണം ബീറ്റാക്കി കൊടുക്കട്ടെ. ഒന്ന് സോഫ്റ്റായിട്ട് വരാൻ വേണ്ടിയിട്ട്, ഉള്ളിൽ നല്ല പഞ്ഞി പോലെയുള്ള ആയി വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതൊന്ന് ചെയ്യണത്. ഹോട്ടലിലൊക്കെ ഉണ്ടാക്കുമ്പോൾ അത് ഗ്രൈൻഡറിൽ അല്ലെങ്കിൽ അരക്കല്ലിൽ ആട്ടുകല്ലിലൊക്കെ ഇട്ടിട്ടാണ് ഈ കറി ഉണ്ടാക്കുക. അതിന് വേറെ ടേസ്റ്റ് തന്നെയാണ് ഈ കറി. പക്ഷേ അതേ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഇത് ഉണ്ടാക്കുമ്പോഴും. അത് വേഗം സ്പീഡിൽ പണി കഴിയും. ഇത് നമുക്ക് കുറച്ചൊരു മെനക്കെട് എന്ന് വെച്ചാൽ ഇതൊന്ന് കൈ വെച്ചിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കേണ്ട ഒരു എന്താ പറയുക മെനക്കെടുണ്ടെന്നുള്ളൂ. പിന്നെ അത് കുറച്ച് ഇങ്ങനെ നല്ലോണം ബീറ്റാക്കി എടുത്തതിന് ശേഷം പിന്നെ ഒരു 1-2 ടീസ്പൂൺ അരിപ്പൊടിയുടെ ഇട്ട് കൊടുത്തിട്ട് അതും നന്നായിട്ട് കൈ വെച്ചിട്ട് നല്ലപോലെ മിക്സാക്കി പറഞ്ഞാൽ നല്ലോണം പതപ്പിച്ചെടുക്കുക കേട്ടോ അടിച്ചിട്ട്. ഇനി അതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ്: ഒരു വലിയ ഉള്ളി, ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു പച്ചമുളക്, ഒരു 1-2 കറിവേപ്പില എടുത്തിട്ട് ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞിട്ടെടുക്കുക. ഇതൊക്കെ കൂടി ഇനി അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. കണ്ടില്ല, അതൊരു മണിക്കൂർ കുറച്ച് മിനിറ്റൊക്കെ മാറ്റി വെച്ചാൽ അത് ഇതുപോലെ നല്ലപോലെ സോഫ്റ്റായിട്ട് വരും. കണ്ടില്ല, പഞ്ഞിക്കെട്ട് പോലെയുള്ള മാവായിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ അതുപോലെ ആവണമെന്നുണ്ടെങ്കിൽ നല്ലോണം വെയിറ്റ് ചെയ്തിട്ട് കുറച്ച് നേരം ഒന്ന് മാറ്റി വെച്ചാൽ മതി. നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള കൂട്ടുകൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഉള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, കുരുമുളക് ഇഷ്ടമുള്ളവർ അതും ഇട്ട് കൊടുക്കാം കേട്ടോ. കുരുമുളക് ഉപ്പും മാത്രം ഇട്ട് ഉണ്ടാക്കുന്നവരുണ്ട്. പക്ഷെ ഇതിലേക്ക് ഇതൊക്കെ ഇടുമ്പോൾ അത് വേറെ ടേസ്റ്റ് ഉണ്ടാവും. കറിവേപ്പില ചെറുതാക്കി ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്കത് കഴിക്കുന്ന ടൈമിൽ അത് എക്സ്ട്രാ എടുത്ത് മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല. അതേപോലെ നമുക്ക് കടിച്ച് തിന്നാൻ പറ്റും. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് അതും ഒന്ന് നന്നായിട്ട് കുഴച്ചെടുക്കാം കേട്ടോ. പിന്നെയെന്ന് പറഞ്ഞാൽ ഉപ്പ്, ഉള്ളി ഇതൊക്കെ എത്തുമ്പോൾ മാവ് ഒന്നുകൂടെ എന്താ പറയുക ലൂസായിട്ട് വരും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കുറേ നേരം വെക്കരുത്. വേഗം ചുട്ടിട്ടെടുക്കണം കേട്ടോ. ഉണ്ടാക്കി കോരി മാറ്റണം കേട്ടോ.
അപ്പോൾ ഇതിന് പാത്രത്തിലുള്ള മാവൊക്കെ ഒന്ന് ലൂസായിട്ട് വരും. പക്ഷേ എന്താ പറയുക, സംഭവം കേടരുന്നില്ല, മാവൊന്ന് ലൂസാകും, അതിൻ്റെ ടെക്സ്ചറിനൊരു മാറ്റം വരും ചെയ്യും കേട്ടോ. ഇതപ്പോൾ നന്നായിട്ട് ബീറ്റാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണ ചൂടാക്കാൻ വെക്കാം. നന്നായി ചൂടാവണ വരെ വെയിറ്റ് ചെയ്യാം കേട്ടോ. എന്നിട്ട് ചൂടായതിന് ശേഷം നമുക്ക് ഓരോ ഉരുളകളാക്കിയിട്ട് എടുത്തിട്ട് അതിൻ്റെ സെൻറ്ററിൽ ഒരു ചെറിയ ഹോൾ ഇട്ടിട്ട് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. പക്ഷെ എൻ്റെ കയ്യിൽ ഗ്ലൗ ഇട്ടതുകൊണ്ടാണോ അതോ ഇനി എന്താ പറയുക മാവ് ലൂസായതുകൊണ്ടാണോ എന്ന് അറിഞ്ഞൂടാ. അതൊന്നും ഉഴുന്നുവടേൻ്റെ ടെക്സ്ചറിൽ എത്തിയിട്ടില്ലായിരുന്നു കേട്ടോ. പക്ഷെ സംഭവം ഉഴുന്നുവടനെ കടയിൽ നിന്ന് കിട്ടുന്ന അതേ ടേസ്റ്റ് തന്നെയാണ് ഉണ്ടായിരുന്നത്. കണ്ടില്ല, നല്ല ഉരുണ്ടിട്ട് വരുന്നുണ്ട്, നല്ല തടിച്ച് കുട്ടപ്പന്മാരായിട്ട് വരുന്നുണ്ട് എണ്ണയിലിടുമ്പോൾ. അപ്പം അങ്ങനെ എല്ലാം ചുട്ട് റെഡിയാക്കി മാറ്റി വെക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ഡിപ്പ് ചെയ്യാൻ തേങ്ങാ ചട്നി ഉണ്ടാക്കണവരുണ്ട്. ഞാൻ ഇതിലേക്കൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ ഡിപ്പായിട്ട്. പക്ഷെ ഇങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റ്, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് ഉഴുന്നുവട. അപ്പോൾ ഇങ്ങനെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാൻ ഡിപ്പായിട്ടൊന്നും ഉണ്ടാക്കിയിട്ടില്ലായിരുന്നു. രണ്ട് ഭാഗവും അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ടിട്ട് നല്ലപോലെ മൊരിച്ചെടുക്കുക കേട്ടോ. ആ ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം കേട്ടോ. സംഭവം ഇത് ഇങ്ങനെ ഇരിക്കണത് നോക്കേണ്ട, നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ ഗ്യാരൻറ്റി പറയണേ, എന്നിട്ട് എന്താ പറയുക, ട്രസ്റ്റ് ചെയ്തോളി. അതേ ടേസ്റ്റാണ് കടയിൽ നിന്നൊക്കെ കിട്ടണ അതേ ടേസ്റ്റിലാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ.
അങ്ങനെ ഇതാ എല്ലാം ചുട്ടെടുത്തിട്ടുണ്ട്. ഇതിലേറെ ഉണ്ടായിരുന്നു. ഇതിപ്പോൾ ചുടണ ഓരോരുത്തരായിട്ട് തിന്നണുണ്ടായിരുന്നു. കണ്ടില്ല, ഇതിൻ്റെ സോഫ്റ്റ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നല്ല സോഫ്റ്റ് ഉണ്ടായിരുന്നു, നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കാം കേട്ടോ. കണ്ടില്ല, അതിൻ്റെ ഉൾവശമൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല സോഫ്റ്റും ആയിരുന്നു.